കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും മ്യൂട്ട് ആക്കി കണ്ടിട്ടാ. എന്നിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, പിന്നെ വായിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിരുന്നു, കുറച്ച് കുട്ടികളെ കൊണ്ട് അർത്ഥമൊക്കെ ചോദിച്ചിരുന്നു അല്ലേ. നമ്മൾ ഏതാണ് പാടെടുക്കണമെന്ന് പറഞ്ഞാണ്, ഏതെടുക്കാനുള്ളത് അല്ലെങ്കിൽ ഏതാ കഴിഞ്ഞത് അതൊന്ന് പറയാം. എടുക്കുന്നത് അതിൽ ഒരു പാരഗ്രാഫാണ് സാറേ എടുത്തത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. പിതാക്ക പ്രായശ്ചിത്ത് അല്ലേ, ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു. ഓക്കെ ഓക്കെ. അതിന്റെ മീനിങ് ചോദിക്കുകയാണ്. നിങ്ങൾ 2 മിനിറ്റ് അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാളി. അപ്പൊ ഞാൻ ചോദിക്കും, ആ ഒരൊറ്റ പാരഗ്രാഫ് മാത്രം. ചോദിച്ചോളാം. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രങ്ങൾ അൺമ്യൂട്ട് ആക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ പേരിലാണ് കയറേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. എന്നാ ഞാൻ മീനിങ് ചോദിക്കാൻ പോണേ. മീനിങ് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യും. എന്നതിന് ശേഷം നമ്മൾ അടുത്ത പാരഗ്രാഫ് എടുക്കുക. അപ്പൊ ഞാൻ ചോദിക്കാൻ പോണേ. ഞാൻ ചോദിക്കണ ആള് പറയട്ടോ, ഞാൻ ചോദിക്കണ ആള് പറയണം. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റില് ചോദിക്കുന്നത് അനൈദ ജിതേഷ്. അനൈദ ജിതേഷിനോടാണ് ഞാൻ ഫസ്റ്റ് ചോദ്യം, എന്റെ ചോദ്യം. അപ്പൊ അനൈദ ഒന്ന് വീഡിയോ ഓണാക്കിയ നന്നായിരുന്നു. അനൈദ, നീ വീഡിയോ ഒന്ന് ഓണാക്കി. അനൈദ, എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. വേഗം ഓണാക്കി. എവിടെ അനൈദ? ഓക്കെ അനൈദ, ഓക്കെ, വെരി ഗുഡ്. അനൈദ, മൗക്ക എന്നതിന്റെ അർത്ഥം എന്താ? മൗക്ക പറയൂ. വീഡിയോ വീണ്ടും ഓഫാക്കി. അറിയോ? അൺമ്യൂട്ട് ആക്കിട്ട് പറയൂ. ഓക്കെ, ചാൻസ് പറയാൻ പറ്റില്ല. ഓക്കെ, ചാൻസ് കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യം ചോദിക്കാനപ്പോ കുറച്ച് ആളുകൾ ഇറങ്ങിക്കണം കേട്ടോ. കുറച്ച് ആളുകൾ ചോദ്യം ചോദിക്കാനപ്പോ ഇറങ്ങിക്കണ്ട്. ദിൽന ബൈജു, ദിൽന, ദിൽന പറയൂ. അടുത്ത ചോദ്യം ദിൽന. ദിൽന, ഓപ്പൺ യുവർ വീഡിയോ. ദിൽന പ്ലീസ്. ദിൽനന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യ്, ഒന്ന് കണ്ടാട്ടെ ദിൽന. ദിൽന, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം ദിൽന വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തത്?
Okay, what is of intazar? എന്ന് പറഞ്ഞ intazar. 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 എന്താ intazarന്റെ അർത്ഥം എന്ന് പറഞ്ഞ? Intazar. ഞാൻ പറയും. അവിടെ അറിയില്ലേ? എന്നാ തോമാച്ചൻ ജോർജ് പറഞ്ഞ തോമാച്ചൻ ഒന്ന് പറയൂ. തോമാച്ചൻ. യെസ്, പറയൂ പറയൂ. ഇന്തസാർ. ഇന്തസാറിന്റെ മീനിങ് പറയൂ. എവിടെ തോമാച്ചൻ? ഹലോ പറയൂ. ഇന്തസാർ. വെയിറ്റിംഗ്. ഓക്കെ, വെയിറ്റിംഗ്. എത്ര വെയിറ്റ് ആയി? ഓക്കെ, യെസ്. ഇന്തസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് അല്ലെ, കാത്തു നിൽക്കൽ, പ്രതീക്ഷിക്കൽ. ഓക്കെ, നെക്സ്റ്റ് റിൻസ പറഞ്ഞ. റിൻസ തലാസ്. പറയൂ റിൻഷ. മ്യൂട്ടാണല്ലേ? അൺമ്യൂട്ടാണല്ലേ? റിൻഷ എന്തൊക്കെ അൺമ്യൂട്ടാണല്ലേ? ഓക്കെ, ഇനിയൊന്ന് പറഞ്ഞോക്കാം. അല്ല, എന്നാ എഴുതിയാ മതി. ഓക്കെ, അന്വേഷണം. ഓക്കെ, വെരി ഗുഡ്. ദെൻ അടുത്ത ആള് ഫാത്തിമ റിഫ. നീ പറയൂ, എന്തറിയോ? ഈ കരീബ്. ഫാത്തിമ റിഫ പറയൂ. കരീബ് പറയൂ. വാട്ട് ഇസ് ഓഫ് കരീബ്? റിഫ. എഴുതിയാ മതി. എഴുതിയാ മതി. പറയാൻ പറ്റും, ഇപ്പൊ നോക്കിയാൻ പറ്റും. ഓക്കെ, കരീബ് പറഞ്ഞ ഓൾമോസ്റ്റ്. ഇതെത്ര സമയം വയ്ക്കണം പറയാൻ? ഓക്കെ. അടുത്തത് ഫർഹ ജബിൻ. ദാദാജി. വാട്ട് ഇസ് ദാദാജി? മുത്തച്ഛൻ. ഓക്കെ, മുത്തച്ഛൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ആളുകൾ വായിപ്പിക്കട്ടെ കേട്ടോ. ആ ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാത്ത ആളുകളുണ്ടല്ലോ, അവരൊന്ന് വായിപ്പിക്കട്ടെ കേട്ടോ. അപ്പൊ ആദ്യം വായിക്കേണ്ടത് ആദിദേവ്
ഠീയെ ആദിദേവ്. ആദിദേവ് എന്ന് വായിക്ക്. ആദിദേവ്. നീ വീഡിയോ ഓൺ ആക്കിയിട്ട് വായിക്കാൻ ശ്രമിക്കും. ആ ഫസ്റ്റ് പാരഗ്രാഫ്. ആദിദേവ്. എവിടെ ആദിദേവ്? എവിടെ? Where is Adidev? എവിടെ ആദിദേവ്? ആദിദേവ് ടി എ. ആദിദേവ് ടി എ. ആദിദേവിന് യാതൊരു റെസ്പോൺസിബിലിറ്റി. ആദിദേവിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ ആദിദേവിന്റെ അടുത്ത്? രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? യെസ്, ആരുമില്ല. യാതൊരു റെസ്പോൺസും ഇല്ല. ആദിദേവ് എന്ന് പറഞ്ഞ ആള് ക്ലാസ്സിൽ ഉണ്ടാ തന്നെ അറിയില്ല അല്ലെ? ഓക്കെ, എന്നാൽ നെക്സ്റ്റ് അഭിരാം. അഭിരാം. യെസ്, റീഡ്. യെസ്, വായിക്ക്. ഒന്നുകൂടി അടുത്തേക്ക് വായിക്കാം. ഒന്നുകൂടി ശബ്ദത്തിൽ വായിക്കും. पिता का प्रायश्चित। ओके, उस समय में सोलह बरस का था। बरस ഈ അവസാനം വരുന്ന വാക്കൊക്കെ ചുരുക്കി പറയണം. ബറസ്. ബറസ എന്ന് പറഞ്ഞ ഒരു വരാണോ കേട്ടാള്? ബറസ എന്നല്ല, बरस बरस का था और अपने माता पिता को माता पिता के साथ വായിച്ചോ, തെറ്റിക്കോട്ടെ. ദക്ഷിൺ. ദക്ഷിൺ. ഒരു മിനിറ്റ് ഇവിടെ ബോർഡ് മുഖ നോക്ക്. പറയാം. ദക്ഷിൺ. ദക്ഷിൺ. യെസ്, കണ്ടിന്യൂ. ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്ക. दक्षिण अफ्रीका में दक्षिण अफ्रीका में टर्बन से डरबन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाकों में इलाके में था। वहाँ दूर दूर तक बस गन्ने के खेत थे। शहर से बहुत दूर रहने के कारण वह हमारी कोई पड़ोसी नहीं थे। इसलिए मैं और मेरी दो बहनें हमेशा
शहर 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 गाने के शहर जाने के इंतजार में इंतजार इंतजार में रहते रहते थे थे हम शहर जाने के हम हर मौके की तलाशा में तलाश में रहते जिससे मिले हाँ जिससे हम अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमाघर में फिल्में देख सके ഓക്കെ അപ്പൊ ഇങ്ങനെ നിരന്തരം വായിക്കണം കേട്ടോ നിരന്തരം വായിക്കണം ഞാൻ പറഞ്ഞല്ലോ നിരന്തരം വായിച്ചെങ്കിൽ മാത്രമേ എന്തുള്ളൂ വായിക്കാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ വായിക്കാൻ കിട്ടൂല അപ്പൊ അതുകൊണ്ട് നിരന്തരം വായിക്കാം കേട്ടോ ഞാൻ അടുത്തത് ലിയ സനൂഫ വായിക്കും ലിയ സനൂഫ വീഡിയോ ഓൺ ചെയ്യും സനൂഫ വീഡിയോ ഓൺ ചെയ്യും സർ വീഡിയോ ഓൺ ചെയ്ത പറയണ കേക്കില്ല ഓക്കെ എന്നാ വേണ്ട എന്നാ നീ വീഡിയോ ഓൺ ചെയ്യാതെ വായിച്ചു एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं। उनकी वहां पूरे दिन की एक मीटिंग थी। मुझे ऐसे ही मौके की तलाश थी क्योंकि मैं शहर जा रहा था। माँ ने मुझे सामान लाने की एक लंबी लिस्ट दमाती। शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा। इसमें कार की सर्विस भी शामिल थी। ओके बस नेक्स्ट आदर्श एमपी वाइक आद्യം മുതലേ आदर्श where is आदर्श ആദർശിന്റെ പേരൻസ് ആരെങ്കിലും ഉണ്ടോ എന്താണ് വായിക്കാത്തതിന്റെ കാരണം ആദർശ് ആദർശിനെ കാണില്ലല്ലോ എന്താ ആദർശ് എം പി നീ അനിരുദ്ധ് വായിക്ക അനിരുദ്ധ് GHS മങ്കട അനിരുദ്ധ് ഹലോ സാർ കേക്കുണ്ടോ ആ വായിക്കണം ഫസ്റ്റ് മുതലല്ലേ 30ാമത്തെ പേജിത്തെ പാഠം അനിരുദ്ധ് അല്ലേ ഒരു പാരഗ്രാഫാ വീഡിയോ ഓൺ ആക്കിയിട്ട് വായിക്കാം സാർ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഓക്കെ എന്നാ വായിക്കാം उस समय में 16 बरस का था और अपने बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में टर्बन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा गांधी ने
स्थापित किया था। आश्रम दूर दराज के इलाके में था। वहां दूर दूर तक बस गन्ने के खेत थे। शहर से बहुत दूर रहते के कारण वहां हमारे कोई पड़ोसी नहीं थे। इसलिए मैं और मेरी दो बहिनें हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहां के मंदिर में फिल्में देख सके। ഓക്കെ അത്ര മതി. ഓക്കെ ഓക്കെ. അടുത്തത് അൻവിത ദിനേശൻ. Yes, sir. വായിക്കാവുന്ന വായിക്കൂ. സമയ Okay, sir. വായിച്ചാൽ മതി. पिता का प्रायश्चित। उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में टर्बन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहां दूर दूर तक बस गन्ने के खेत थे। शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे। इसलिए मैं और मेरी दो बहनों हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सकें और साथ ही वहां के सिनेमा घर में फिल्मों देख सकें। ഓക്കെ. അടുത്തത് ആർദ്ര ടി എം. सर, വായിക്കൂ. पिता का प्रायश्चित। उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में टर्बन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम में मेरी दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहां दूर दूर तक बस गन्ने के खेत थे। शहर में बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे। इसलिए मैं और मेरी दो बहनों हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमाघर में फिल्में देख सके। नेक्स्ट फातिमा फैहा. यस, रीड. उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में टर्बन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहां दूर दूर तक बस गन्ने के खेत थे। शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे। इसलिए मैं और मेरी दो बहनें हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमा घर में फिल्में देख सके। yes. नेक्स्ट मालविका. यस सर। रीड. पिता का प्रायश्चित। उस समय मैं 16 वर्ष का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहां दूर दूर तक बस गन्ने के खेत थे।
शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे, इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमा घर में फिल्में देख सके। ഇനി ലാസ്റ്റ് ഒരാളോട് വായിപ്പിക്കുന്നുണ്ട്. അത് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ന് വായിക്കാത്ത ആളുകളെ അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കുന്നതാണ്. പവൻ, അടുത്ത് പവൻ. वाइके पिता का प्रायश्चित। उस समय से 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में हर्बन से करीब 18 मीलों डरबन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम के मेरे आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहाँ दूर दूर तक बस गन्ने के खेत था। शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे, इसलिए मैं और मेरी दो बहनें हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौकों की तलाश में रहते जिससे हम अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमाघर में फिल्म देख सके। ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഇങ്ങനെ എടുത്ത് പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കണ്ട, സ്ഥിരം വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് ദിവസം പുസ്തകം എടുത്ത് വായിക്കുക. 2 പ്രാവശ്യം ഓരോ പാരഗ്രാഫ് വായിക്കാം. അപ്പൊ ക്ലിയർ ആയി കിട്ടിക്കോളും. ഏതായാലും ഇന്ന് ആരും വലിയ മോശമൊന്നുമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉഷാറായിട്ട് വായിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾ മോശമൊന്നുമല്ല പറഞ്ഞ്. എന്നാൽ ഞാൻ വായിച്ച ആളുകളൊക്കെ കുറെയൊക്കെ വായിക്കാൻ കിട്ടിയിട്ടുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ മാത്രം യാതൊരു റെസ്പോണ്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വായിക്കാത്ത ആള്. കാരണം അവർക്ക് വായിക്കാൻ അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ക്ലാസ്സിലുണ്ടാവില്ല, അല്ലെ? ഇവിടെ തുറന്നു വെച്ചുകൊണ്ട് ചിലപ്പോ നിൽക്കുന്നുണ്ടാവും. ഒന്നുകിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ടതാണെങ്കിൽ വായിക്കാനും അറിയുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ചില വായിക്കാൻ അറിയാത്ത ആളുകള്, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് 9th ഒരു കുട്ടി എനിക്ക് ആദ്യം പറഞ്ഞു വായിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ പിന്നീട് ഞാൻ അവനെ എന്ത് ചെയ്തു, അവന്റെ അമ്മ എനിക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ അമ്മനോട് പറഞ്ഞു, അല്ലെ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ 1-2 പാരഗ്രാഫ് ഞാൻ വായിച്ചു തരാം. വാട്സാപ്പിലൂടെ ഞാൻ അയച്ചു കൊടുത്തു. വാട്സാപ്പിലൂടെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവനെന്ത് ചെയ്തു, അതിങ്ങനെ ഞാൻ വായിച്ചത് കേട്ട് അവൻ പിന്നീട് അത് സ്വയം വായിക്കാൻ പഠിച്ചു. പിന്നീട് അടുത്ത പാരഗ്രാഫ് അതേപോലെ ഒന്നുകൂടി ഞാൻ ചെയ്തു കൊടുത്തു.
അങ്ങനെ 1-2 ഞാനാണ് ചെയ്തു കൊടുത്തത്. അതാണ്ട് സ്ഥിരം വായിച്ചപ്പോൾ എനിക്ക് വളർച്ചയായിട്ട് ഞാൻ ക്ലാസ്സിലൂടെ വായിക്കുകയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സ്ഥിരം ആണ് വായിച്ചെങ്കിലേ എന്തിട്ടുള്ളൂ, വായന കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് വായിക്കാനാണ്. തെറ്റുകൂടാതെ വായിക്കാൻ പഠിച്ചാൽ മതി. എന്നാ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് A+ നമുക്ക് ഇന്ത്യയിൽ വാങ്ങാന്ന്. ഇന്ത്യയിൽ A+ വാങ്ങാം. ആദ്യം 8ാം ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് വായിക്കാനാണ് പഠിക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാം, അത് എല്ലാവരും വായിക്കാൻ അറിയാത്ത ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഇരുന്ന് കുറച്ച് സമയമെങ്കിലും വായിക്കാം. ഇനി തീരെ അറിയാത്ത ആളുകളുണ്ട്, ഇതേപോലെ എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി, ഇതാ എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ 1-2 പാരഗ്രാഫ് ഇങ്ങനെയാണ് വായിച്ചു തരും. ആ വായിച്ചു തരുമ്പോൾ നിങ്ങളത് ഒരു 3-4 പ്രാവശ്യം കേൾക്കണം. കേട്ടിട്ട് അതിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം വായിക്കുക. ഇങ്ങനെ നമ്മളെ പടിയുള്ളൂ. അതല്ലാതെ നമ്മൾ പുസ്തകം വായിക്കാതെ നമ്മളിങ്ങനെ നിന്നാൽ എന്തുണ്ടാവില്ല, നമുക്കൊരു വായനയുടെ പടിയില്ല. അപ്പൊ 8ാം ക്ലാസ്സിലെത്തി, ഇന്ത്യക്ക് ശരിക്കും വായിക്കാൻ പടിന്റെ കാലം കഴിഞ്ഞേക്കണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും വായിക്കുക, പഠിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി സ്കൂൾ തുറന്നാൽ തന്നെ നിങ്ങൾ സ്കൂളിൽ പോയാൽ നിങ്ങളെ വായിപ്പിക്കാനൊന്നും സ്കൂളിലേക്ക് നേരം ഉണ്ടാവില്ല. അവരിങ്ങനെ ക്ലാസ് എടുത്ത് പോയാലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണേ, വായന നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. നിങ്ങൾ വായിച്ചുണ്ടാക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ അർത്ഥം എഴുതിക്കണം. അർത്ഥം എഴുതിക്കണം? ഇല്ല. ഇല്ല. എന്നാ ഞാൻ അർത്ഥം എഴുതിക്കോ അതിന്റെ കൂടെ. നമുക്ക് ആ ഒരു പാരഗ്രാഫ് നമുക്ക് എടുക്കാം. യെസ്, നോക്കാം. ആദ്യം ഞാനൊന്ന് വായിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നത് ആദ്യം ശരിക്കും ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് ഞാൻ അർത്ഥം പറയുള്ളൂ, വേർഡ് മീനിങ് പറയുള്ളൂ. അപ്പൊ വായിക്കാൻ അറിയാത്ത ആളുകളുടെ ഒന്ന് നോക്കാം. നിങ്ങൾ നല്ല സ്പീഡിൽ വായിക്കണ്ട, എന്നാ വളരെ സാവധാനത്തിലാവണ്ട. നമുക്കൊരു വിധമായ രൂപത്തിൽ വായിക്കാൻ കിട്ടിയാൽ മതി, ക്ലിയർ ആയിട്ട് വായിക്കാൻ കിട്ടിയാൽ മതി. അത് നല്ല സ്പീഡിൽ വായിക്കണമെന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ വായിക്കണ്ടേ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കണ്ടേ. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं। उनकी वहां पूरे दिन की एक मीटिंग थी. ഈ വലതുവശത്തേക്ക് ഇങ്ങനെ വള്ളി കണ്ടാല്, ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വള്ളി കണ്ടാൽ അവിടെയാണ് നീട്ടാനുള്ളതാണ്. ഈ അടുത്ത വശത്തേക്ക് ആവുമ്പോൾ നീട്ടാൻ പാടില്ല. മനസ്സിലാണ്ടല്ലോ? അതാണ് ഉൻകി വഹാം പൂരെ ദിൻ. അടാണോ അവിടെ ദിന്നെ പറയാൻ പറ്റുള്ളൂ, ദീൻ എന്ന് പറയാൻ പറ്റില്ല. ദിൻ കീ एक मीटिंग है ना, एक मीटिंग थी. मुझे ऐसे ही मौके की, मऊ എന്ന് പറയണ്ട, മൗക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. मुझे ऐसे ही मौके की तलाश थी क्योंकि मैं हर शहर जा रहा था. माम ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहां कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग भी शामिल थी. ओके. इനി അതിന്റെ അർത്ഥം എഴുതിക്കോ. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. उनकी वहां पूरे दिन की एक मीटिंग थी. मीटिंग है. मुझे ऐसे ही मौके की, मौका നമ്മൾ നേരത്തെ എഴുതിയാണ്. മൗക്ക തലാഷ് നമ്മൾ എഴുതിയാണ്. തലാഷ് അതൊക്കെ നമ്മൾ അർത്ഥം എഴുതിയാണ്. മൗക്ക തലാഷ് ഒക്കെ എഴുതിയാണ്. क्योंकि मैं शहर जा रहा था. माम ने मुझे सामान मीन्स തിങ്സ്, സാധനം, വസ്തു എന്നൊക്കെ അർത്ഥം. സാമാൻ, മെറ്റീരിയൽസ് എന്ന് പറയാം. മെറ്റീരിയൽസ് അല്ലെങ്കിൽ തിങ്സ്, മലയാളത്തിൽ സാധനങ്ങൾ, വസ്തുക്കൾ, സാമാൻ, സാധനം. സാമാൻ ലാനയ്ക്ക്, ലാന എന്ന് പറഞ്ഞാൽ ടു ബ്രിങ്, ലാന ടു ബ്രിങ് കൊണ്ടുവരിക. ലാന
കൊണ്ടുവരിക. ലാന കൊണ്ടുവരിക. ലാന കൊണ്ടുവരിക. ലാനയ്ക്ക് ലംബി ലിസ്റ്റ്. ലംബി ലിസ്റ്റ്, ലോങ് ലിസ്റ്റ്. ലംബി പറഞ്ഞ ലോങ്, നീണ്ട ഒരു ലിസ്റ്റ്. ലിസ്റ്റ് തന്നെ. നമ്മള് ഇതൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ, അമ്മ സാധനങ്ങൾ കൊണ്ടുവരേണ്ട അതിന്റെ പേരുകൾ എഴുതിയൊരു ലിസ്റ്റ്. അതാണ് ലിസ്റ്റ്. ലെൻഡി ലിസ്റ്റ്, ലോങ് ലിസ്റ്റ്, ഒരു നീണ്ട ലിസ്റ്റ്. തമാദി, തമാന എന്ന് പറഞ്ഞാൽ നൽകുക, കൊടുക്കുക. ടു ഗീവ്. ഇവിടെ അർത്ഥം കൊടുക്കുക എന്നർത്ഥം, ദേന എന്നർത്ഥം. തമാദേന, ടു ഗീവ്, കൊടുക്കുക, നൽകുക. शहर में मुझे पूरे दिन की बिताना था. बिताना मीन्स स्पेंडिंग. बिताना स्पेंड, ചിലവഴിക്കുക. बिताना ചിലവഴിക്കുക. ബിത്താന ചിലവഴിക്കുക. മുജ്സെ എന്ന് പറഞ്ഞാൽ എന്നോട് എന്നർത്ഥം. മേം പ്ലസ് ആണ്. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, സേന ഓട്. മേം പ്ലസ് മുജ്സെ, എന്നോട് കേട്ടോ. മീ എന്നുള്ള ചുമീ എന്നർത്ഥം. बिताना, बिताना स्पेंड. इसलिए पिताजी ने मुझसे वहां कई बकाया, बकाया रिमेनिंग. മുജ്സെ എന്ന് പറഞ്ഞ മുജ്സെ എന്നോട്. മുജ്സെ എന്നോട്. ബക്കായ, നെക്സ്റ്റ് വേർഡ് ബക്കായ. ബക്കായ എന്ന് പറഞ്ഞാല് റിമൈനിങ്, അതായത് അവശേഷിച്ച, ബാക്കിയായിട്ടുള്ള അല്ലെങ്കിൽ അവശേഷിച്ച ബക്കായ. बकाया कामों को पूरा करने को कहा. पूरा करना, पूर्तियाका, कंप्लीट आका. पूरा करना, पूर्तियाकुआ, to complete. इसमें कार की सर्विस भी शामिल थी. മുമ്പത്തെ നമുക്കറിയാം, ഈ അരുൺ ഗാന്ധിക്ക് 16 വയസ്സുള്ളപ്പോൾ बहिने
രണ്ട് സഹോദരിമാരും ഈ പട്ടണത്തിലേക്ക് പോവാൻ വേണ്ടി അല്ലെങ്കിൽ പട്ടണത്തിലേക്കുള്ള ഓരോ ടൈമും मौके का इंतजार करते हैं ഈ അവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കാത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവും? എന്തിനാ അവർക്ക് അങ്ങനെ ടൗണിലേക്ക് പോകാൻ എന്റെ കൂട്ടുകാരെ കാണണമെങ്കിൽ എവിടെ പോകണം, അല്ലെങ്കിൽ മിത്രങ്ങളെ കാണണമെങ്കിൽ എവിടെ പോകണം? ടൗണിൽ പോകണം. മാത്രമല്ല ഫിലിം കാണാനും പറ്റുള്ളൂ. ഇത്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഇനി നോക്കാം. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പിതാജിനെ മുജ്സെ കഹാ, പിതാജി എന്നോട് പറഞ്ഞു അല്ലേ? പിതാജി എന്നോട് പറഞ്ഞു ഒരു ദിവസം, ഒരു ദിവസം പിതാജിനെ, പിതാവ് മുജ്സെ കഹാ, മുജ്സെ കഹാ എന്നോട് പറഞ്ഞു. ക്യാ കഹാ? മേം ഉനേം, ഞാൻ അദ്ദേഹത്തെ, ഉനേം അദ്ദേഹത്തെ കാർ സെ ഷഹർ ലേ ജാഊം, കാറില് എവിടെ കൊണ്ടുപോവാ? പട്ടണത്തിലേക്ക് കൊണ്ടുപോവാൻ. പിതാവ് എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ ആരോട് പറഞ്ഞു? അരുൺ ഗാന്ധിയോട് പറഞ്ഞു അല്ലേ? പിതാവ് അരുൺ ഗാന്ധിയോട് പറഞ്ഞു എന്നെ കാറില് ആ ടൗണിൽ കൊണ്ടുപോയി വിടുവോന്ന് ചോദിച്ചു പിതാവ് അരുൺ ഗാന്ധിയോട്. അതാണ് പറഞ്ഞത് ഏക് ദിൻ പിതാജിനെ മുജ്സെ കഹാ, ഒരു ദിവസം പിതാവ് എന്നോട് പറഞ്ഞു. എന്തെന്നാൽ മേം ഉനേ, ഞാൻ അദ്ദേഹത്തെ, ഈ ഉനേ എന്നുള്ളത് ഏത് തമിഴ് ചേർന്നിട്ടാ? ആർദ്ര, ആർദ്രട്ടിയം. ഉനേ എന്നുള്ളത് ഏത് തമ്മിൽ ചേർന്നിട്ടാ? അറിയോ? ഉനേ ആർദ്ര മുങ്ങിയ ഏത് തമ്മിൽ ചേർന്നിട്ടാ? യുനെ എന്നുള്ളത് ഏത് സർവനാമം പ്രത്യേകം ചേർന്നത് അറിയോ? അറിയില്ല. ഓക്കെ ഓക്കെ, റിൻഷ പറഞ്ഞ. റിൻഷയെ പറഞ്ഞ, നിനക്കറിയോ? പവൻ പറല്ല, റിൻഷ പറ. എഴുതിയാ മതി, റിൻഷക്ക് കൺവിട്ടാണെങ്കിൽ അറിഞ്ഞുകൂടാ. ഓക്കെ, ഫത്തിമ അബ്ദുൾ റസാഖ്. ഫത്തിമ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ, എനിക്കറിയോ? ഫത്തിമ അബ്ദുൾ റസാഖ്. പൂനെ ഏത് തമ്മിൽ ചേർന്നിട്ടാ? ഇല്ല, അവൾക്കറിയില്ല. ഓക്കെ, പിന്നെ ആർക്കറിയാം നോക്കാം. ഇത് ചോദിക്കാത്ത ആള് അമൽ. അമല് പറഞ്ഞ, അമലിന്റെ അറിയോ? നോക്കട്ടെ. സർ വായും കൂടെ കൂട്ടിയല്ലേ? അല്ല, വഹ് പ്ലസ് നെ അല്ല, അമല്. ഈ ആർദ്ര ബി പറഞ്ഞ, ആർദ്ര ബി. ആർദ്ര ബി നിനക്കറിയോ? ആർദ്ര, ആർദ്ര എന്തെങ്കിലും ഒന്ന് പറയാ. ആർദ്ര ഈ എവിടെ പോയിരിക്കണേ? അവളും നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസ് ഇല്ല. ഓക്കെ, അയാന ഫത്തിമ. അയാന ഫത്തിമ എന്ന് പറയൂ. അയാന ഫത്തിമ. അറിയില്ല സാർ. അറിയില്ല. ഓക്കെ, അറിയില്ലെങ്കിൽ അങ്ങനെയും പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം അല്ലേ? ഓക്കെ, അടുത്തത് ഫാത്തിമ സെനിയ NT. ഫാത്തിമ സെനിയ.
സെനിയ പറയൂ, നിനക്കറിയോ? സ്വർണോ? പറഞ്ഞോ പ്രത്യേകിച്ച് എന്താണെന്ന് അറിയൂല. അറിയോ? ഓക്കെ. ഫാത്തിമ ദിൽനയൻ, ഫാത്തിമ ദിൽനയൻ, ഫാത്തിമ ദിൽനയൻ അറിയോ? ദിൽന, ദിൽന, ഫാത്തിമ ദിൽന ഒരു റെസ്പോൺസും ഇല്ല. അടുത്ത് ഫാത്തിമ ഹിബ ഇ, ഫാത്തിമ ഹിബ അറിയില്ല. ഓക്കെ. സിഫിൻ എം, നെക്സ്റ്റ് സിഫിൻ. അറിയില്ല സാർ. റമീസ്, റമീസ് പി കെ, റമീസ്. റമീസ് അറിയില്ല. ഗോകുൽ, ഗോകുൽ. അല്ല. ഹാദിയ ജബിൻ, ഹാദിയ, ഹാദിയ ജബിൻ. അറിയില്ല. സബ്, ഹാദിയ സബ്, ആ അറിയോ? ജോയ്, നെക്സ്റ്റ് ജോയ്, കോട്ടയം. ജോയ്. സർ ക്വസ്റ്റ്യൻ എന്താ? പുനേം, പുനേം എന്നതിന് സർവനാമം പ്രത്യയം വേർതിരിച്ച് പറയാം. സർവനാമം ഏതാന്നുള്ളതും പ്രത്യയം വേറെ എന്നുള്ളതും ഏതാന്നുള്ളതും പറയൂ ജോയ്. അറിയില്ല. ജോയ്ക്കറിയില്ല. ഓക്കെ. നെക്സ്റ്റ് അൻഷ ടി കെ, അൻഷ ടി കെ, അൻഷ ടി കെ, GBHS മഞ്ചേരി. അൻഷ, where is Ansha? Ansha, come. Where are you? Ansha, യാതൊരു റെസ്പോൺസ് ഇല്ല. നെക്സ്റ്റ് മിസ്ന ഫാത്തിമ, മിസ്ന ഫാത്തിമ. അറിയില്ല സാർ. അറിയില്ല. മുഹമ്മദ് റമീസ്. ഓക്കെ, അറിയില്ല. ലാസ്റ്റ് ഒരാളോട് ചോദിക്കണേ. ഈ കുറെ ആൾക്കാരോട് ചോദിക്കണ്ട്. ഞാന് നേരത്തെ ചോദിച്ച ആളുകളോട് ചോദിക്കണില്ല, വായിപ്പിച്ച ആളുകളോട് ചോദിക്കണില്ല. ഇനി ചോദിക്കാത്തയും വായിപ്പിക്കാത്ത ആളുകളോട് ഞാൻ ചോദിക്കുന്നത് അതേപോലെ ഇങ്ങനെ. ഓക്കെ. നയൻ പി കെ, നയൻ പി കെ പറയൂ, നിനക്കറിയോ? അത് മ്യൂട്ടാക്കി, മ്യൂട്ടാക്കി. ഉൻകി വഹാം പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് थी. അദ്ദേഹത്തിന് അവിടെ ആ പകല് മുഴുവൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് അരുൺ ഗാന്ധിയുടെ അച്ഛന് അവിടെ പകല് ഈ മൗക്കയ്ക്ക് തലസ്റ്റി. എനിക്ക് ഞാൻ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിനായിരുന്നു, അല്ലെങ്കിൽ എന്റെ അന്വേഷണം അതായിരുന്നു. ഏത് ഇങ്ങനെ ചാൻസ് കിട്ടാൻ നിൽക്കുന്നു, പോവാനുള്ള ചാൻസ്. മുझे ऐसे ही मौके ഹലോ, ഞാൻ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. ആരെ? അരുൺ ഗാന്ധി. എന്തുകൊണ്ടെന്നാൽ മേം ഷഹർ ജാ രഹാ താ, എനിക്ക് പട്ടണത്തിലേക്ക് പോകുന്നു. മാംനെ മുझे സാമാൻ ലാനെ കി, അമ്മ എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് തമാതി, ഒരു നീണ്ട ലിസ്റ്റ് തന്നു. പട്ടണത്തിലേക്ക് പോകുമ്പോ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു നീണ്ട ലിസ്റ്റ് എഴുതിയിട്ട് അമ്മ എനിക്ക് തന്നു.
ഷഹർ മേ മുജെ പൂരാ ദിൻ, പട്ടണത്തിൽ എനിക്ക് ആ ദിവസം മുഴുവനും അല്ലെങ്കിൽ ആ പകല് മുഴുവനും, ദിൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, പകല് ദിവസം. അപ്പൊ ഷഹർ മേ പട്ടണത്തില് മുജെ പൂരാ ദിൻ ബിതാത്ത, എനിക്ക് പകല് മുഴുവനും ചെലവഴിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം പിതാജിക്ക് അവിടെ മീറ്റിംഗ് ഉണ്ട്, വൈകുന്നേരം മീറ്റിംഗ് കഴിയുള്ളൂ. അതുകൊണ്ട് പകല് മുഴുവനും അല്ലെങ്കിൽ ആ ദിവസം മുഴുവനും അവിടെ എനിക്ക് എന്തിനെ ചിലവഴിക്കേണ്ടതുണ്ടായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് പിതാജിനെ മുജ്സെ, അച്ഛൻ എന്നോട്, മുജ്സെ മേം പ്ലസ് ആണോ, മേം പ്ലസ് മുജ്സെ എന്നോട്, വഹാം കൈ ബക്കായ കാമം, അവിടെ ഒരുപാട് ബാക്കിയുള്ള അവശേഷിക്കുന്ന മറ്റു ജോലികളെ പൂരാകരണേക്കൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് വൈകുന്നേരം അച്ഛന്റെ മീറ്റിംഗ് കഴിയുള്ളൂ, അപ്പോഴേക്ക് മറ്റുള്ള എല്ലാ ജോലികളും ചെയ്തു തീർക്കാൻ വേണ്ടി പറഞ്ഞു. സാധനം വാങ്ങാനും അതുപോലെ പിന്നെ കാറ് സർവീസിന് കൊടുക്കാൻ പറയുന്നു, അതൊക്കെ അങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്തു തീർക്കാൻ പറഞ്ഞു അച്ഛന്. ഇസ്മേ കാർ കി സർവീസിംഗ് ബി ഷാമിൽ, ഇതില് കാറിന്റെ സർവീസിങ്ങും അതിൽ ഉൾക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ ഉൾപ്പെട്ടിരുന്നു. മനസ്സിലായോ? ഇതില് ഈ പറഞ്ഞ ജോലിയില് കാർ സർവീസിങ്ങും ഉൾപ്പെട്ടിരുന്നു. ഒന്നുകൂടി ആ പാരഗ്രാഫ് നോക്കണം. പിതാജിനെ മുജ്സെ, ഒരു ദിവസം പിതാവ് എന്നോട് പറഞ്ഞു പറഞ്ഞാല് അരുൺ ഗാന്ധിയോട് പറഞ്ഞു. എന്ത്? കി, എന്തെന്നാൽ, കാക്കി അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടാല് എന്തെന്നാൽ, കി എന്തെന്നാൽ, മേം ഉനേ, ഞാൻ അദ്ദേഹത്തെ, കാർ സെ ഷഹർ ലേ ജാവും, കാറിലൂടെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാന്. അപ്പൊ ഒരു ദിവസം എന്റെ പിതാവ് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാറിൽ ഞാൻ അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി വിടാന്? പട്ടണത്തിൽ കൊണ്ടുപോയി വിടാന്. ഉൻകി വഹാം പൂരെ ദിൻക്ക് വീട്ടിൽ, അദ്ദേഹത്തിന് അവിടെ ആ പകല് മുഴുവനും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനാണ് അദ്ദേഹം പട്ടണത്തിലേക്ക് പോകുന്നത്. അപ്പൊ എന്നെ കൊണ്ട് കാറ് കൊണ്ടായിട്ട് വിട്ടുകൊടുക്കാനാ പറഞ്ഞു. മുജെ ഐസെ ഹി മൗക്കെ കി തറസ്തി, എനിക്കാണെങ്കിലോ അങ്ങനെയുള്ളൊരു അന്വേഷണത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഒരു അവസരം നോക്കിയിരിക്കുന്നു. എന്താ പറഞ്ഞേ? മുജെ ഐസെ ഹി മൗക്കെ, ഞാൻ അങ്ങനെയുള്ള ഒരു മൗക്കയ്ക്ക് ഒരു അവസരത്തിന്റെ തലാസ്തി, അന്വേഷണത്തിലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ അന്വേഷണത്തിലായിരുന്നു ഞാൻ. എങ്ങനെയുള്ള? പട്ടണത്തിലേക്ക് പോവാനുള്ള, മനസ്സിലാണ്ടോ? പട്ടണത്തിലേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ ഞാനും എന്റെ സഹോദരിമാരും കാത്തിട്ടാണില്ലേ. അപ്പൊ പട്ടണത്തിലേക്ക് ചാൻസ് കിട്ടാൻ നിൽക്കുന്നു. ഇപ്പൊ ചാൻസ് കിട്ടി. എന്താ ചാൻസ്? പിതാവിന്റെ അവിടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിലേക്ക് പിതാവിന്റെ കാറ് കൊണ്ടുപോയി വിട്ടുകൊടുക്കാനേ ഒരു ചാൻസ് കിട്ടി. എന്തുകൊണ്ടെന്നാൽ മേം ഷഹർ ജാരത്ത്, എനിക്ക് പട്ടണത്തിലേക്ക് പോവേണ്ടതുണ്ടായിരുന്നു. മാംനെ മുझे സാമാൻ ലാനെ കി ലംബി ലിസ്റ്റ് തമാതി, അമ്മ എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ ഒരു നീണ്ട ലിസ്റ്റും തന്നു. ലംബി ലിസ്റ്റ് തമാതി, എന്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു. മനസ്സിലാവും? എന്ത്? സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു നീണ്ട ലിസ്റ്റ്. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാത്ത, ആ പട്ടണത്തിൽ എനിക്ക് ആ ദിവസം മുഴുവനും അല്ലെങ്കിൽ ആ പകല് മുഴുവനും ബിത്താനാത്ത, ചിലവഴിക്കേണ്ടതുണ്ടായിരുന്നു. ഷഹർ മേ പട്ടണത്തില്, മുझे എനിക്ക് പൂരാ ദിൻ, ആ ദിവസം മുഴുവനും അല്ലെങ്കിൽ ആ പകല് മുഴുവനും ബിത്താനാത്ത, കഴിച്ചു കൂട്ടേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലവഴിക്കേണ്ടതുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? പകല് മുഴുവൻ അവിടെ ചിലവഴിക്കണം. കാരണം പിതാവിന്റെ മീറ്റിംഗ് കയ്യിൽ 5 മണിക്കാണ്. അപ്പൊ അതുവരെ എനിക്ക് അവിടെ ചെലവഴിക്കണം. ഇസ്ലിയെ, അതുകൊണ്ട്, പിതാജിനെ മുജ്സെ, അച്ഛൻ എന്നോട്, വഹാം കൈ ബക്കായ കാമോക്കോ, അവിടെ ഒരുപാട് എനിക്ക് ധാരാളം ബാക്കിയായിട്ടുള്ള കാമോക്കോ ജോലികളെ പൂരാ കർണേക്കൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു, കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ജോലികളും അപ്പോഴേക്കും നീ ചെയ്തു തീർത്താളാ. ബാക്കിയുള്ള എല്ലാ ജോലികളും, സാധനം വാങ്ങാനും കാർ സർവീസിങ്ങും ഒക്കെ അപ്പോഴേക്കും എന്ത് ചെയ്താ ചെയ്തു തീർത്താളാന്ന് പറഞ്ഞു.
इसमें ഇതിൽ കാർ की സർവീസ് की भी शामिल थी കാറിന്റെ സർവീസിങ്ങും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ ജോലികളും ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ കാർ സർവീസിങ്ങും ഉൾപ്പെട്ടിരുന്നു ഓക്കെ മനസ്സിലായോ വായിച്ചു നോക്കാം ആർദ്ര ക്ലിയർ ആയില്ലേ വായിച്ചു നോക്കൂ വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാം ഷഹർ എന്ന് പറഞ്ഞ പട്ടണം ടൗണ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ആ ഒരു പാരഗ്രാഫിന്റെ അർത്ഥം പഠിക്കുക അതേപോലെ ഒന്ന് വായിച്ചു വരാം എന്നും കുറേശ്ശെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും ഇന്നിപ്പോ നമ്മൾ കുറച്ച് കൂടുതൽ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചു തോന്നുന്നുണ്ട് ഇനി ഒരു 4 or 5 മാക്സിമം പോയാൽ 5 കുട്ടികളെ കൊണ്ട് ഒരു ദിവസം വായിപ്പിക്കും കേട്ടോ എന്നിട്ട് ഒരു പാരഗ്രാഫ് നമ്മൾ ക്ലാസ് എടുക്കുകയും ചെയ്യും ഓക്കെ ഇന്ന് നിർത്തല്ലേ ഓക്കെ ക്ലിയർ ആയില്ല എല്ലാവർക്കും വഹ് പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ഉസേ എന്നാണ് വഹ് പ്ലസ് കോ ഉസേ വേ പ്ലസ് കോ ഉനേ മനസ്സിലാ അങ്ങനെയുള്ള എന്തെങ്കിലും പാർട്ട് ഉണ്ട് സാറിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണ്ട ഇല്ലല്ലോ ഞാൻ നിർത്തല്ലേ Thank you, sir. ഓക്കെ താങ്ക് യു